ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു പുതിയ പ്രഭാതം കൂടെ സർവശക്തനായിരിക്കുന്ന കർത്താവ് നൽകിയതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 14 അധ്യായമാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നത്. ഉൽപ്പത്തി പുസ്തകം 14 അധ്യായത്തിലാണ് ആദ്യമായിട്ട് ഒരു യുദ്ധത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന അധ്യായം എന്ന് പറയുന്നത്. കിഴക്ക് നിന്നുള്ളതായിരിക്കുന്ന കുറച്ച് രാജാക്കന്മാർ ആ സോദോം രാജാവിനെയും ഗൊമോര രാജാവിനെയും ഒക്കെ ആക്രമിക്കുന്നതായിരിക്കുന്ന ഒരു സംഭവമൊക്കെ നമുക്ക് ആ ഭാഗത്ത് കാണുവാനായിട്ട് കഴിയും. സോദോം രാജാവും ഗൊമോര രാജാവും ഒക്കെ ഓടിപ്പോയി. അവര് അവിടെ ഒരു കുഴിക്കകത്ത് കീൽക്കുഴികളിൽ വീണു എന്നും പിന്നീട് ബാക്കി ശേഷിച്ചവർ പർവ്വതത്തിലേക്കൊക്കെ ഓടിപ്പോയി. അവിടെ അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു സംഭവം വിശദീകരിക്കുന്നതായിരിക്കുന്ന ഒരു അധ്യായമാണ് ഉൽപ്പത്തി പുസ്തകം 14 അധ്യായത്തിനകത്ത്. ഈ സോദോമിലും ഗോമറയിലും ഒക്കെ ഉണ്ടായിരുന്ന സമ്പത്തും ഭക്ഷണ സാധനങ്ങളും എല്ലാം മറ്റ് രാജാക്കന്മാരൊക്കെ അവരെല്ലാം ആക്രമിച്ച് എടുത്തുകൊണ്ടുപോയി. ആ കൂട്ടത്തിൽ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അബ്രഹാമിൻ്റെ സഹോദരൻ്റെ മകനായ സോദോമിൽ പാർത്തിരുന്ന ലൂത്തിനെയും അവൻ്റെ സമ്പത്തിനെയും അവർ കൊണ്ടുപോയി. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടതാണ്. അബ്രഹാം ലോത്തിനെ വിട്ടുപിരിഞ്ഞു. നീരോട്ടമുള്ളതായിരിക്കുന്ന സ്ഥലം നോക്കി തിരഞ്ഞെടുത്ത ലോത്ത് സോദോമിലേക്ക് പോവുകയും അബ്രഹാം തിരിച്ച് മടങ്ങി വന്ന ചരിത്രം നമ്മൾ ഇന്നലെ പഠിക്കുവാനായിട്ട് ഇടയായി തീർന്നല്ലോ. ഇന്ന് നമ്മൾ കാണുമ്പോൾ സോദോമിൽ പാർത്തിരുന്ന ലോത്തിനെ അവൻ്റെ സമ്പത്തിനെയെല്ലാം രാജാക്കന്മാർ അപഹരിച്ച് കൊണ്ടുപോയതായിരിക്കുന്ന ഒരു വർത്തമാനം അബ്രഹാം വേറൊരു വ്യക്തിയിൽ നിന്ന് കേൾക്കുകയും ഉടനെ തന്നെ അബ്രഹാം തൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതായിരുന്ന വീരന്മാരായി തൻ്റെ കൂടെ നിന്ന അഭ്യാസികളായിരുന്ന 318 പേരെ കൂട്ടിക്കൊണ്ട് അബ്രഹാം ഈ ലോത്തിനെ രക്ഷിക്കുവാനായിട്ട് ഇത്രയും പേരെ കൂട്ടി അവരെ പിന്തുടരുന്നതായിരിക്കുന്ന ഒരു ചരിത്രമാണ് ഈ അധ്യായത്തിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അബ്രഹാം ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ലോത്ത് അബ്രഹാമിൻ്റെ കൂടെ നടന്നു, വിട്ടുപിരിഞ്ഞു, കാര്യമൊക്കെ ശരിയാണ്. എങ്കിലും അല്ലേ, അബ്രഹാം എപ്പോഴും ലോത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് തുടക്കം മുതലേ നമുക്കറിയാം. ആദ്യം മുതൽ നോക്കുമ്പോൾ ലോത്ത് തൻ്റെ കൂടെയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോൾ സൊദോം ഗൊമോറ നശിപ്പിക്കുന്ന കാര്യമെല്ലാം പറയുമ്പോൾ അബ്രഹാമിനെ ഓർത്ത് ലോത്തിനോട് ദൈവം അവിടെ കരുണ കാണിക്കുകയാണ്. അതിനുശേഷം മനസ്സെല്ലാം മനസ്സോടെയാണ് എങ്കിലും അബ്രഹാം ലോത്തിനെ വിട്ടുപിരിഞ്ഞു. പ്രശ്നങ്ങളൊക്കെ മുന്നോട്ട് വന്നതായിരിക്കുന്ന സാഹചര്യത്തിനകത്ത് അബ്രഹാമിന് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ടതായിട്ട് വന്നു. ഇടയന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അബ്രഹാമിൻ്റെയും ലോത്തിൻ്റെ ഇടയന്മാർ വഴക്കുണ്ടായപ്പോൾ ഇങ്ങനെയുള്ളതായിരിക്കുന്ന വിഷയങ്ങൾ വന്ന സാഹചര്യത്തിൽ അബ്രഹാം ഒരു തീരുമാനമെടുത്തു. അത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. എന്നിട്ടും ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അല്ലേ, അന്ന് അവൻ എവിടെയെങ്കിലും പോയി ഇരിക്കട്ടെ, ഇനിയിപ്പോൾ എനിക്ക് എന്താണെന്നുള്ള ഒരു ചിന്തയായിരുന്നില്ല അബ്രഹാമിൻ്റെ ജീവിതത്തിൽ. ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ ഈ ലോത്തിനെ കൊണ്ട് അബ്രഹാമിന് പ്രത്യേകിച്ച് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിലും അബ്രഹാം ആ വ്യക്തിയെ സ്നേഹിച്ചിരുന്നുവെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും അല്ലേ. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അകത്തും ദൈവം ആഗ്രഹിക്കുന്നതായിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളും ഇടിവിൽ നിൽക്കുവാനായിട്ട് ഉത്സാഹികളായി തീരണം. മറ്റുള്ളവരുടെ വിഷയങ്ങൾക്കകത്ത് ഇടിവിൽ നിൽക്കുവാൻ നമ്മളെയും ദൈവം ഈ ദിവസങ്ങളിൽ ശക്തമായി അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. അവിടെ 318 പേരെ അഭ്യാസികളായ തൻ്റെ വീട്ടിൽ ജനിച്ചവരെന്ന് അവരെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ എത്രത്തോളം അബ്രഹാം സമ്പന്നനായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഹൈലൈറ്റാണ് നമ്മളിവിടെ അത് കാണുന്നത്. അപ്പോൾ ഇത്രയും പേരെ കൂട്ടിക്കൊണ്ട് അവരെ പിന്തുടർന്ന് ചെല്ലുകയാണ്. എന്നിട്ട് വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, 14:16 ഇങ്ങനെ വായിക്കുന്നു, അവൻ സമ്പത്തൊക്കെയും മടക്കിക്കൊണ്ടുവന്നു, തൻ്റെ സഹോദരനായ ലോത്തിനെയും അവൻ്റെ സമ്പത്തിനെയും സ്ത്രീകളെയും ജനത്തെയും കൂടെ മടക്കിക്കൊണ്ടുവന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു വാക്കാണ് നമ്മളവിടെ കാണുന്നത്. ശത്രുവിനെ പിന്തുടർന്നു അല്ലേ, ആ നന്മ അപഹരിച്ചു കൊണ്ട് പോയതായിരുന്ന ശത്രുവിനെ പിന്തുടർന്നു. തൻ്റെ കുടുംബത്തിലുള്ളതായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ നന്മയെ ചോർത്തിക്കളഞ്ഞതായിരുന്ന ആ ശക്തിയുടെ പിന്നാലെ പിന്തുടരുവാനായിരിക്കുന്ന ഒരു അഭിഷേകത്തോടെ മുന്നോട്ട് പോയി പിന്തുടരുക മാത്രമല്ല, അതിനെ കീഴ്പ്പെടുത്തി ജയിച്ച് എന്തൊക്കെ ശത്രു പിടിച്ചു വച്ചിട്ടുണ്ടായിരുന്നോ
ഏതെല്ലാം സമ്പത്ത് എടുത്തിട്ട് പോയിരുന്നോ, അവരുടെ കൂട്ടത്തിലുള്ള ആരെയെല്ലാം ശത്രു പിടിച്ചിരുന്നോ അതെല്ലാം തിരിച്ച് മടക്കി കൊണ്ടുവരുവാനായിട്ട് അബ്രഹാമിന് കഴിഞ്ഞു എന്നുള്ളതാണ് അവിടെ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇതേ കാര്യം തന്നെ നമുക്ക് ദാവീദിന്റെ ജീവിതത്തിൽ നോക്കിയാൽ കാണുവാനായിട്ട് കഴിയും. 1 ശമൂവേൽ 30 അധ്യായത്തിൻ്റെ അകത്ത് ആ ദാവീദ് അവിടെ ഇല്ലാതിരിക്കുന്ന സമയത്ത് സിക്ലാഗ് എന്ന് പറയുന്നതായിരിക്കുന്ന സ്ഥലത്ത് വന്ന് അമാലേക്കർ അവിടെ തെക്കേ ദേശവും സിക്ലാഗും ഒക്കെ ആക്രമിച്ച് അതിനെ ജയിച്ച് തീ വെച്ച് ചുട്ടുകളഞ്ഞു. പക്ഷേ സ്ത്രീകളെയോ അവരെ ആരെയും ഒന്നും കൊന്നില്ല. പക്ഷെ ഇവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയവരും ചെറിയവരുമായ സ്ത്രീകളെയെല്ലാം പിടിച്ച് കെട്ടി അവരുടെ കൂടെ കൊണ്ടുപോകാനായിട്ട് ഇടയായി തീർന്നു. ദാവീദും ആളുകളും തിരിച്ച് പട്ടണത്തിൽ വരുമ്പോൾ ഇവരെ ഒന്നും കാണാതെ ഇങ്ങനെ വളരെ സങ്കടപ്പെടുന്നതായിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ ആ പട്ടണം മൊത്തം തീ വെച്ച് ചുട്ടിരിക്കുന്നു. ഭാര്യമാരെയും പുത്രന്മാരെയും അടിമകളായി കൊണ്ടുപോയിരിക്കുന്നു. ഇത് കണ്ടപ്പോൾ ദാവീദ് ഉറക്കെ കരഞ്ഞുവെന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ദാവീദ് ഉറക്കെ കരഞ്ഞ് അവിടെ ഇരിക്കുക മാത്രമല്ല, ഒരു സ്റ്റെപ്പ് വെച്ച് ദാവീദ് മുന്നോട്ട് ധൈര്യത്തോടെ പോവുകയാണ്. തൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് വേണ്ടുന്ന തൻ്റെ പ്രിയപ്പെട്ടവർ, തൻ്റെ ഭാര്യമാർ, തൻ്റെ പുത്രന്മാർ ഇവരെ ശത്രു പിടിച്ചിരിക്കുന്നെന്ന് കണ്ടപ്പോൾ ദാവീദ് ഉറക്കെ നിലവിളിച്ചിട്ട് താഴേക്ക് വായിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ദാവീദ് ഒത്തിരി കഷ്ടമൊക്കെ വന്നു. എല്ലാവരും ദാവീദിനെ കുറ്റപ്പെടുത്തി, കല്ലെറിയണമെന്ന് കൂടെയുള്ളവരൊക്കെ പറഞ്ഞു. പക്ഷേ ആ സാഹചര്യത്തിൻ്റെ അകത്തും ധൈര്യപ്പെട്ട ഒരു ദാവീദിനെ നമുക്കവിടെ കാണാം. ദാവീദ് ധൈര്യപ്പെട്ടു. എന്നിട്ട് പറയുന്നുണ്ട്, അബ്യാഥാറിനോട് പറയുന്നുണ്ട്, ഏഫോദ് കൊണ്ടുവരിക എന്ന് പറഞ്ഞ് ദൈവത്തോട് ആലോചന ചോദിച്ചു. ഈ പരീക്ഷയെ ഞാൻ എത്തിപ്പിടിക്കണമോ എന്ന്. ദൈവം പറഞ്ഞു, നീ പൊക്കോ, നീ പരീക്ഷയെ നീ എത്തിപ്പിടിക്കും, സകലവും വീണ്ടുകൊള്ളുമെന്ന് പറഞ്ഞ് ദൈവം അനുഗ്രഹിച്ച് അവിടെ നയിക്കുക. അങ്ങനെ ഒരു അരുളപ്പാട് കിട്ടി, ദൈവത്തിൽ നിന്ന് അരുളപ്പാട് കിട്ടി, സകലതും വീണ്ടുകൊള്ളും എന്നുള്ളതായിരിക്കുന്ന ഒരു അരുളപ്പാട്. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിനകത്താണെങ്കിലും നമ്മളെ എത്തിപ്പിടിക്കുവാൻ, നമ്മുടെ നന്മകളെ പിടിച്ചു വെച്ചിരിക്കുന്ന, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തെ പിടിച്ചു വെച്ചിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾക്കെതിരെ പോരാടുവാൻ ഇന്ന് നമ്മൾ അഭിഷേകത്തോടെ ഈ അബ്രഹാമിനെ പോലെ, ഈ ദാവീദിനെ പോലെ നാമും എഴുന്നേൽക്കുന്നുവെങ്കിൽ കർത്താവ് ഇന്ന് നമ്മളോട് ഈ പ്രഭാതത്തിൽ ദൈവം നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്, നീ അവരെ നിശ്ചയമായി എത്തിപ്പിടിക്കും, സകലതും വീണ്ടുകൊള്ളും. അത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. പക്ഷേ നമ്മൾ പോകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പ്രാർത്ഥനയിൽ പോരാടേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ശക്തമായി മുന്നോട്ട് പോവേണ്ടത്, യുദ്ധം ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെയാണെങ്കിൽ സകലതും വീണ്ടുകൊള്ളുമെന്നാണ് ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. കർത്താവ് അവിടെ താഴേക്ക് വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്, ദാവീദും 400 പേരും ചേർന്ന്, അല്ലേ, അബ്രഹാമും 318 പേരും ചേർന്ന് അങ്ങോട്ട് പോയെങ്കിൽ ഇവിടെ ദാവീദും 400 പേരും ചേർന്ന് ഇവിടെയും പിന്തുടർന്ന് ചെന്നു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആ പിന്തുടർന്ന് ചെല്ലുക മാത്രമല്ല, അമാലേക്കരെ മുഴുവൻ അവിടെ സംഹരിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. താഴേക്ക് 17-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, ദാവീദ് അവരെ സന്ധ്യ മുതൽ പിറ്റേന്നാൾ വൈകുന്നേരം വരെ സംഹരിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയും. അത് കഴിഞ്ഞിട്ട് താഴേക്ക് എഴുതി വെച്ചിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട വചനം നമുക്ക് കാണാം. അമാലേക്കർ അപഹരിച്ചു കൊണ്ടുപോയതൊക്കെയും ദാവീദ് വീണ്ടുകൊണ്ടു. തൻ്റെ 2 ഭാര്യമാരെയും ദാവീദ് ഉദ്ധരിച്ചു. അവർ അപഹരിച്ചു കൊണ്ടുപോയതിൽ ചെറുതോ വലുതോ പുത്രന്മാരോ പുത്രിമാരോ കൊള്ളയോ യാതൊന്നും കിട്ടാതിരുന്നില്ല. ദാവീദ് എല്ലാം മടക്കിക്കൊണ്ടുപോന്നു. പ്രിയമുള്ളവർ, ഇത് തന്നെയല്ലേ അബ്രഹാമിൻ്റെ ജീവിതത്തിലും സംഭവിച്ചത്? ഇവിടെ ദാവീദ് പിന്തുടർന്ന ദാവീദിന് ഒന്നും കിട്ടാതിരുന്നില്ല. എന്തെല്ലാം ശത്രു കൊണ്ടുപോയോ അതെല്ലാം ദൈവം തിരിച്ചു കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. ലോത്തിന് വേണ്ടി ഒരു അബ്രഹാം പിന്തുടരുവാൻ ഇടയായി തീർന്നപ്പോൾ, അല്ലെ, അവരെ പിന്തുടർന്നു എന്ന് നമുക്ക് കാണാം. സമ്പത്തൊക്കെയും മടക്കി കൊണ്ടുവന്നു എന്നാ പറയുന്നത്. സകലത്തെയും, അവൻ്റെ സമ്പത്തിനെയും സ്ത്രീകളെയും ജനത്തെയും കൂടെ മടക്കി കൊണ്ടുവന്നു.
അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മളുടെ ജീവിതത്തിൻ്റെ അകത്തും നമുക്ക് ശക്തമായ ഒരു തീരുമാനമെടുക്കാം. എവിടെയെങ്കിലുമൊക്കെ ശത്രു അപഹരിച്ചു എന്ന് തോന്നുന്നതായിരിക്കുന്ന മേഖലകൾ നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നിലുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നമുക്കിന്ന് ഒരു പ്രാവശ്യം കൂടെ തിരുസന്നിധിയിലേക്ക് നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കാം. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് നമ്മുടെ വിഷയങ്ങൾക്കകത്ത് നമുക്ക് പിന്തുടർന്ന് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ അതിനകത്തൊരു ദൈവപ്രവൃത്തി നടക്കുവാനായിട്ട് ഇടയായിത്തീരും. ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മൾ പിശാചിനോട് എതിർത്ത് നിൽക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ അതിനോട് എതിർത്ത് നിൽക്കണം. നമ്മൾ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ശക്തിയുടെ ആ ബലത്തിൻ്റെ കീഴിൽ താണിരുന്നിട്ട് പൈശാചിക മണ്ഡലങ്ങളോട് എതിർത്ത് നിൽക്കുമ്പോൾ സകലതും വീണ്ടുകൊള്ളുവാൻ ഇടയായിത്തീരും. സകലത്തെയും ഹല്ലേലൂയ നമുക്ക് മടക്കി ലഭിക്കുവാൻ ഇടയായിത്തീരും. അത് വ്യക്തി ജീവിതങ്ങളായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ സമ്പത്തായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലുള്ളതായിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ളതായിരിക്കുന്ന വിഷയങ്ങളായിരിക്കാം. കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നിയാലും അത് നഷ്ടപ്പെട്ടിട്ടില്ല. അതിനെ മടക്കിത്തരുന്ന ഒരു ദൈവമുണ്ടെന്ന് ശൗലിൻ്റെ ജീവിതത്തിലൂടെ, ആ കഴുതയെ അന്വേഷിച്ചു പോയ ശൗലിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. നഷ്ടപ്പെട്ടതിനെ മടക്കിത്തരിക മാത്രമല്ല, അഭിഷേകത്താൽ നിറച്ച് പുതിയൊരു വ്യക്തിയാക്കി ആത്മാവിനെ പകർന്ന് ബലപ്പെടുത്തുവാൻ ശക്തിയുള്ളതായിരിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതായിരിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യം കൂടെ നമുക്ക് ഇന്ന് ഈ സമയത്ത് നമുക്ക് ചിന്തിക്കാം. നമ്മളിത് കഴിഞ്ഞ് താഴേക്ക് വന്നു കഴിയുമ്പോൾ സോദോം രാജാവ് പറയുന്ന ഒരു കാര്യമുണ്ട് അബ്രഹാമിൻ്റെ അടുത്ത്. നിൻ്റെ ആളുകളെയൊക്കെ എനിക്ക് തരിക, സമ്പത്തൊക്കെ നീ എടുത്തോ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ അബ്രഹാം പറയുന്ന ഒരു വാക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരിക്കുന്ന ഒരു വചനമാണ്. അവിടെ അബ്രഹാം പറയുന്നുണ്ട്, ഞാൻ അബ്രഹാമിനെ സമ്പന്നനാക്കി എന്ന് പറയാതിരിപ്പാൻ ഞാൻ ഒരു ചരടാകട്ടെ ചെരുപ്പിൻ്റെ വാറാകട്ടെ സോദോം രാജാവെ നിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഒന്നും എടുക്കത്തില്ല. കാരണം എൻ്റെ ദൈവമാണ് എന്നെ ഇതുവരെ കൊണ്ടുവന്നത്. അതുകൊണ്ട് എനിക്ക് വേറൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മുമ്പിലേക്ക് വെച്ച് നീട്ടിയതായിരിക്കുന്ന നന്മ പോലും ഒന്നും വേണ്ട എന്ന് തീരുമാനിക്കുന്ന അബ്രഹാമിൻ്റെ നല്ല മാതൃക കൂടെ പിന്തുടരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തിരുനാമ മഹത്വത്തിനായി ഈ വചനങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു. ഈ വചനം കേട്ട നമ്മളെ ഓരോരുത്തരെയും ദൈവം ശ്രേഷ്ഠമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.